നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. നമുക്കറിയാം, ശബരിമല ക്ഷേത്രവും അതിൻ്റെ പരിസരവും എന്ന് പറയുന്നത് അത്രയും സെക്യൂരിറ്റി, അത്രയും സുരക്ഷയുള്ള കാര്യമാണ്. ശബരിമലയുടെ മുകളിലൂടെ വിമാന സർവീസുകളൊന്നും തന്നെ നടത്താൻ പാടില്ല, ഹെലികോപ്റ്ററൊന്നും തന്നെ പറത്താൻ പാടില്ല എന്നുള്ള ഒരു നിയമം നിലനിൽക്കുന്നുണ്ട് എന്നെല്ലാവർക്കും അറിയാമല്ലോ. ശബരിമല ക്ഷേത്രത്തിന് മുകളിലൂടെ ഹെലികോപ്റ്റർ പറന്ന അന്വേഷണം ഇപ്പോൾ എത്തി നിൽക്കുന്നത് ചില നിഗൂഢതകളിലാണ്. വളരെ താഴ്ന്നാണ് ഈ ഒരു ഹെലികോപ്റ്റർ ശബരിമലയുടെ മുകളിലൂടെ പറന്നത്. ഈ കോസ്റ്റൽ ഗാർഡിന്റെ ഹെലികോപ്റ്ററാണ് ക്ഷേത്രത്തിന്റെ മുകളിലൂടെ പറന്നത്. സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കാൻ സ്പെഷ്യൽ കമ്മീഷണർ ആർ ജയകൃഷ്ണൻ ശബരിമലയുടെ സുരക്ഷാ ചുമതലയുള്ള ADGP S ശ്രീജിത്തിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇന്നലെ രാവിലെ 11 മണിയോടെയാണ് തീരസുരക്ഷാ സേനയുടെ CG-821 എന്ന ഹെലികോപ്റ്റർ സന്നിധാനത്ത് പറന്നത്. കൊടിമരത്തിന് 5 മീറ്റർ ഉയരത്തിൽ വരെ ഹെലികോപ്റ്റർ പറന്നിട്ടുണ്ട്. ഹെലികോപ്റ്ററിൽ 4 പേരാണ് ഉണ്ടായിരുന്നത്. ഒരാൾ ക്ഷേത്രത്തിന്റെ ദൃശ്യങ്ങൾ പകർത്തുകയും ചെയ്തു. 30 സെക്കൻഡ് സമയം സന്നിധാനത്തിന് സമീപം ഹെലികോപ്റ്റർ പറന്നിരുന്നു. ആദ്യമായിട്ടാണ് ഹെലികോപ്റ്റർ ക്ഷേത്രത്തിന്റെ വളരെ അടുത്തുകൂടി താഴ്ന്ന് പറക്കുന്നത്. അതിസുരക്ഷാ മേഖലയാണ് ശബരിമല ക്ഷേത്രവും നിലയ്ക്കൽ വരെയുള്ള പ്രദേശങ്ങളും. തീരസുരക്ഷാ സേനയുടെ ഹെലികോപ്റ്റർ എന്തിനെത്തി എന്നും ചോദ്യങ്ങൾ ഉയരുന്നു. സംഭവസ്ഥലത്ത് അന്വേഷണം നടത്തി റിപ്പോർട്ട് നൽകാൻ സ്പെഷ്യൽ കമ്മീഷണർ ADGP S ശ്രീജിത്തിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. താഴ്ന്നു പറഞ്ഞത് സാങ്കേതിക പ്രശ്നം നേരിട്ടതിനാലാണ് എന്ന് കോസ്റ്റ് ഗാർഡ് വൃത്തങ്ങൾ വിശദീകരിക്കുന്നു. അങ്ങനെയെങ്കിൽ എന്തിനാണ് ശബരിമലയുടെ ദൃശ്യങ്ങൾ പകർത്തിയത് എന്നുള്ള ചോദ്യവും ഉണ്ട്. അന്തരീക്ഷം മേഘാവൃതമായപ്പോൾ ദിശ മാറി സഞ്ചരിച്ചതാണ് എന്ന് കോസ്റ്റ് ഗാർഡ് വിശദീകരണവും വരുന്നുണ്ട്. മേഘങ്ങൾ കൂടിയപ്പോൾ കാഴ്ച മറിഞ്ഞെന്നും അതിനാലാണ് താഴ്ന്നു പറഞ്ഞതെന്നും മറ്റ് പ്രശ്നങ്ങളില്ലെന്നും കോസ്റ്റ് ഗാർഡ് വിശദീകരിക്കുന്നു. എന്നാൽ സംഭവത്തിൽ വിശദമായ അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാനാണ് ADGPയുടെ നിർദ്ദേശം. എന്തായാലും ഇത് വെച്ചു പൊറിപ്പിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് പറയുന്നത്. അതായത് കൊടിമരത്തിന്റെ വെറും 5 മീറ്റർ ഉയരത്തിലാണ് ഈ ഒരു ഹെലികോപ്റ്റർ പറന്നിരിക്കുന്നത്. 5 മീറ്റർ ഉയരമെന്ന് എത്രത്തോളം ഉണ്ട് എന്ന് ഊഹിക്കാവുന്നതാണല്ലോ. അപ്പോൾ 5 മീറ്റർ ഉയരത്തിലാണ് ഈ ഒരു ഹെലികോപ്റ്റർ പറന്നിരിക്കുന്നത്. അപ്പോൾ അത്രയും താഴ്ന്നാണ് പറന്നിരിക്കുന്നത്. മാത്രവുമല്ല, ദൃശ്യങ്ങൾ പകർത്തുകയും ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ ദൃശ്യങ്ങൾ വളരെ വ്യക്തമായി പകർത്താൻ വേണ്ടിയിട്ടാണോ അത്തരത്തിൽ താഴ്ന്ന് പറന്നത് എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഇത് ശ്രദ്ധയിൽപ്പെട്ട ഉദ്യോഗസ്ഥർ അപ്പോൾ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കോസ്റ്റ് ഗാർഡുമായി ഇത് സംസാരിക്കുകയും ചെയ്തു. 30 സെക്കൻഡ് സമയമാണ് അവരോട് ഉണ്ടായിരുന്നത്. ദൃശ്യം പകർത്താനുള്ള സമയം എന്ന് ഏകദേശം നമുക്ക് പറയേണ്ടി വരും. അങ്ങനെയാണ് ഉള്ളത്. ഒരു ആകാശപാതയിൽ നിന്ന് മറ്റൊരു പാത സ്വീകരിക്കുമ്പോൾ തന്നെ ഗ്രൗണ്ടിൽ നമ്മൾ റിപ്പോർട്ട് ചെയ്യേണ്ട ഒരു സാഹചര്യം കൂടി ഉണ്ടല്ലോ. അത്തരത്തിൽ റിപ്പോർട്ടൊന്നും തന്നെ സംഭവിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ കൃത്യമായ വിശദീകരണം ഇപ്പോൾ കോസ്റ്റൽ ഗാർഡിന്റെ ഭാഗത്ത് നിന്ന് ലഭിച്ചിട്ടുണ്ടെങ്കിലും തൃപ്തികരമല്ല എന്നുള്ള വിശദീകരണമാണ് വരുന്നത്. തീർച്ചയായും അത് പറഞ്ഞിരിക്കേണ്ട അല്ലെങ്കിൽ പഠിച്ചിരിക്കേണ്ട കാര്യം തന്നെയാണ്. നിയന്ത്രണ മേഖലയിൽ ഇങ്ങനെ ഹെലികോപ്റ്റർ വന്നു പോകുന്നത് ഇതിപ്പോൾ ഒരു തുടർക്കഥയാണെങ്കിൽ അതിപ്പോൾ ആർക്കും എങ്ങനെയും വന്നു പോകാം എന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കും എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ റിപ്പോർട്ടുകൾ വരട്ടെ. നമുക്ക് അതുവരെ കാത്തിരിക്കാം എന്തൊക്കെയാണ് ശബരിമല നടക്കുന്നതെന്ന് വ്യക്തമാകും അപ്പോൾ.